ഫസ്റ്റ് ക്ലാസ്സിൽ എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയ എയും ആനും പഠിച്ചു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ ആണ്. അതിനെ എന്തുകൊണ്ടാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് വിളിക്കുന്നതെന്നും അതെങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ദ എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഫിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ നമ്മൾ ഡെഫിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദനെ എന്തുകൊണ്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് വിളിക്കുന്നു അത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറയാണ്, ഐ ഹാവ് എ ബുക്ക് ഇൻ മൈ ഹാൻഡ്. ആ ബുക്ക് ഇൻ മൈ ഹാൻഡ്. അപ്പം ഞാൻ എ ആണ് അവിടെ ബുക്കിന് മുന്നിലായിട്ട് ഉപയോഗിച്ചത്. എ എന്ന് പറയുന്നത് ആൻ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഇപ്പം നമുക്ക് എൻ്റെ കയ്യിൽ ഒരു ബുക്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് അറിയത്തില്ല അത് ഏത് ബുക്കാണെന്ന്, അത് ആരുടെ ബുക്കാണോ എന്ത് ബുക്കാണോ എന്നൊന്നും അറിയത്തില്ല. ഏതോ ഒരു ബുക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഐ ഹാവ് എ ബുക്ക് ഇൻ മൈ ഹാൻഡ്. ഏതോ ഒരു ബുക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എന്നാൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ബുക്കിനെ കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ, ഏത് ബുക്കാണെന്നോ അല്ലെങ്കിൽ എന്ത് ബുക്കാണെന്നോ എനിക്ക് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ ഞാൻ അതിന് മുന്നിൽ ദയെ യൂസ് ചെയ്തോളൂ. ഐ ഹാവ് ദ ബുക്ക് ഇൻ മൈ ഹാൻഡ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കും മനസ്സിലാകും, എനിക്കും അറിയാം ഏത് ബുക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഏത് ബുക്കാണ് എന്നറിയാമെങ്കിൽ ദയാണ് യൂസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഏത് ആ നൗണിൻ്റെ ഫ്രണ്ടിലാണല്ലോ നമ്മൾ ദ യൂസ് ചെയ്യുന്നത്. അപ്പം ആ നൗണിനെ കുറിച്ച് നമുക്ക് നിശ്ചയമായിട്ടും അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ദയാണ് യൂസ് ചെയ്യേണ്ടത്. അത് തന്നെയാണ് ദയുടെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത്. നേരത്തെ പരാമർശിച്ചിട്ടുള്ള ഒരു വസ്തുവിനെയോ ആളിനെയോ സൂചിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഈ ദ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയാണ്, ഐ ലോസ്റ്റ് ദ പെൻ ഐ ബോറോഡ് ഫ്രം യു. അപ്പോൾ ഐ ലോസ് ദ പെൻ ഐ ബോറോഡ് ഫ്രം യു എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ പേന ഞാൻ കളഞ്ഞു. ഏതോ ഒരു പേനയല്ല ഞാൻ കളഞ്ഞത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പേനയാണ് ഞാൻ കളഞ്ഞത്. അതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്കറിയാം ഏത് പേനയാണ് പോയതെന്ന്. ഐ ലോസ്റ്റ് എ പെൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പേന എനിക്ക് നഷ്ടമായി. അങ്ങനെയല്ല ഞാനിവിടെ പറഞ്ഞത്. ഐ ലോസ്റ്റ് ദ പെൻ ഐ ബോറോഡ് ഫ്രം യു. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ പേനയാണ് നഷ്ടമായത്. അതുകൊണ്ടാണ് ഞാൻ ആ പെന്നിന് ഫ്രണ്ടിലായിട്ട് ദ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ദക്ക് പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട് കോൺസണന്റ് സൗണ്ട്സിന് തൊട്ട് മുന്നിലായിട്ട് ദ എന്നും വവൽ സൗണ്ട്സിന് തൊട്ട് മുന്നിലായിട്ട് ദി എന്നുമാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞു ദ ബുക്ക് എന്ന്. പക്ഷെ ഇപ്പം എലിഫന്റ് എന്നോ എഗ് എന്നോ വല്ലതുമാണ്, അതൊക്കെ വവൽ സൗണ്ട്സ് അല്ലേ, ഈ ഒക്കെ വവൽ സൗണ്ട്സ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ വേർഡ്സിന് മുന്നിലായിട്ട് നമ്മൾ ദി എന്ന ദി എഗ്, ദി എലിഫന്റ്, ദി ആപ്പിൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയേണ്ടതെന്നാണ് റൂള്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യത്തെ സിറ്റുവേഷൻ പറഞ്ഞത് നേരത്തെ പരാമർശിച്ചിട്ടുള്ള ഒരു വസ്തുവിനെയോ ആളിനെയോ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ദയാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിളും കൂടെ പറയാം. ലെറ്റ്സ് ഗോ ടു ദ ബീച്ച് എന്ന് ഞാൻ ചുമ്മാ പറയാണ്. ലെറ്റ്സ് ഗോ ടു ദ ബീച്ച്. ഇപ്പം ഞാൻ ആലപ്പുഴയിൽ നിന്നുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയാണ് നമുക്ക് ബീച്ചിൽ പോകാമെന്ന്. ലെറ്റ്സ് ഗോ ടു ദ ബീച്ച്. അപ്പം ഞാൻ അവിടെ ഏത് ബീച്ചായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കുന്ന ആൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് പറയുന്നതെങ്കിൽ ആലപ്പുഴ ബീച്ചായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ല ആലപ്പുഴ നിന്നിട്ട് എന്നാൽ കോഴിക്കോട് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞാൽ അത് സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയും. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് മറ്റേ ആൾക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ നമ്മൾ ദയാണ് യൂസ് ചെയ്യേണ്ടത്. ലെറ്റ്സ് ഗോ ടു എ ബീച്ച് എന്നായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ബീച്ചിലോട്ട് നമുക്ക് പോകാമെന്നാണ്. പക്ഷേ മറ്റേ ആൾക്ക് അറിയാം ഏത് ബീച്ചിലാണ്, സ്പെസിഫിക് ആയിട്ട് അറിയാമെങ്കിൽ, ഡെഫിനറ്റ് ആയിട്ട് അറിയാമെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ദയാണ് യൂസ് ചെയ്യേണ്ടത്. ലെറ്റ്സ് ഗോ ടു ദ ബീച്ച്. ഏത് ബീച്ചാണെന്ന് കേൾക്കുന്ന ആൾക്ക് അറിയാം. ഓക്കെ, അതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. സെക്കൻഡ് വൺ, വെൻ വി യൂസ് എ സിംഗുലർ നൗൺ ടു റെപ്രസെൻറ്റ് എ ഹോൾ ക്ലാസ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ദ കൗ ഇസ് എ ഡൊമസ്റ്റിക് ആനിമൽ. ഇവിടെ ഞാൻ ആ പശു, ആ കൗ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തുള്ള എല്ലാ കൗവിനെയും കൂടെ റെപ്രസെന്റ് ചെയ്ത് ഒരു കൗവിനെ കുറിച്ച് ഞാൻ പറയുവാണ്. അപ്പം കൗ ഇൻ ജനറൽ ആണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു സിംഗുലർ നൗൺ ഒരു വർഗത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുമ്പോൾ നമ്മൾ ദയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ദ കൗ ഇസ് എ ഡൊമസ്റ്റിക് അനിമൽ. ഏതെങ്കിലും ഒരു പ്രത്യേക കൗവിനെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ. ആ കൗ ഒരു ഡൊമസ്റ്റിക് അനിമലാന്നല്ല നമ്മൾ പറയുന്നത്. എല്ലാ കൗവും ഡൊമസ്റ്റിക് അനിമൽസ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് ഒരു സിംഗുലർ നൗൺ യൂസ് ചെയ്തത്. ആ സിംഗുലർ നൗൺ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ ദ വരും. നമുക്ക് വേണമെങ്കിൽ അത് ഇങ്ങനെ പറയാം, കൗസ് ആർ ഡൊമസ്റ്റിക് ആനിമൽസ്. പ്ലൂറലായിട്ട് യൂസ് ചെയ്യാം, കൗസ് എന്ന് യൂസ് ചെയ്യാം. അവിടെ നമ്മൾ ദ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതാണ് ദയുടെ സെക്കൻഡ് യൂസ്. ഇനി ദയുടെ മൂന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് ദ ഈസ് യൂസ്ഡ് വിത്ത് നെയിംസ് ഓഫ് റിവേഴ്സ്, സീസ്, ഓഷ്യൻസ് ആൻഡ് മൗണ്ടെയിൻ റേഞ്ചസ്. അപ്പം റിവേഴ്സിന്റെ പേര്, നദികളുടെ പേര്, സീസ്, ഓഷ്യൻസ്, മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഒക്കെ പേര് പറയുമ്പോൾ അതിന് മുന്നിലായിട്ട് നമ്മൾ ദ യൂസ് ചെയ്യും. ദ നൈൽ, ദി അറേബ്യൻ സീ, the Pacific Ocean, the Himalayas,
ദ വെസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ ഇതൊക്കെ മൗണ്ടെയിൻ റേഞ്ചസും സീസും ഓഷ്യൻസിന്റെ ഒക്കെ പേരാണല്ലോ. അപ്പോൾ ഇതിന്റെയൊക്കെ മുന്നിൽ നമ്മൾ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐലൻഡ് അല്ലെങ്കിൽ മൗണ്ടെയിൻ പീക്കോ ഹില്ലോ വല്ലതും പറയുമ്പോൾ ഇവിടെ നമ്മൾ മൗണ്ടെയിൻ റേഞ്ചസ് ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ കുറെ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഒക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഗ്രൂപ്പ് അല്ലാതെ സിംഗിൾ ആയിട്ടുള്ള ഐലൻഡോ മൗണ്ടെയിൻ പീക്കോ ഹില്ലോ വല്ലതും പറയുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. മൗറീഷ്യസ്, എവറസ്റ്റ്, സ്നോഡൺ അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അതെല്ലാം സിംഗിൾ പീക്കോ ഹില്ലോ ഒക്കെയാണ്. അപ്പൊ അതിനെയൊക്കെ ഇപ്പം സിംഗിൾ ഐലൻഡ് ആണ് മൗറീഷ്യസ്. അതിന് മുന്നിലായിട്ട് നമ്മൾ ദ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ദ എവറസ്റ്റ് എന്ന് പറയേണ്ട കാര്യമില്ല, എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതാണ് അടുത്ത യൂസ്. ദയുടെ നെക്സ്റ്റ് യൂസ് എന്ന് പറയുന്നത് നെയിംസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, ഹോളി ബുക്സ്, ഓൾഡ് എപ്പിക് പോയംസ്, റെഫറൻസ് ബുക്ക് ഇതിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ ദ യൂസ് ചെയ്തേ മതിയാകും. ഓക്കെ, ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഒക്കെ പേര് പറയുമ്പോൾ ദ ഹിന്ദു, ദ ഡെക്കാൻ ക്രോണിക്കിൾ എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ ഹോളി ബുക്സ് എടുക്കാലോ, ബൈബിൾ എടുത്താൽ, രാമായണം എടുത്താൽ ഇതിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ ദ ചേർക്കേണ്ടി വരും. ദ ബൈബിൾ, ദ രാമായണ. ഇപ്പോൾ റെഫറൻസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഡിക്ഷണറി ഒക്കെ, ഡിക്ഷണറിയുടെയൊക്കെ മുന്നിൽ നമ്മൾ ദ യൂസ് ചെയ്യണം. ദി ഓക്സ്ഫോർഡ് ഡിക്ഷണറി. ഓക്കെ, ഇനിയിപ്പോൾ അഞ്ചാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള കാര്യങ്ങൾ, അപൂർവമായ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിവിശിഷ്ടമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇപ്പൊ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ ഇതൊക്കെ എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ ഇതിന്റെയൊക്കെ മുന്നിൽ നമ്മൾ ദ യൂസ് ചെയ്യണം. ദ സൺ, ദ മൂൺ, ദ സ്റ്റാർസ്, ദ എർത്ത്, ദ യൂണിവേഴ്സ്, ദ വേൾഡ്, ദ ഗോഡ്സ്, ദ ഡെവിൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ചില വേർഡ്സ്, ചില യുണീക്ക് ആയിട്ടുള്ള വേർഡ്സിന് മുന്നിൽ നമ്മൾ ദ ചേർക്കാറില്ല. ഇപ്പൊ ഹെവൻ, ഹെൽ, നേച്ചർ, സ്പേസ്, ഗോഡ്. ഗോഡ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗോഡ്സിന്റെ മുന്നിൽ നമ്മൾ ദ യൂസ് ചെയ്യും. എന്നാൽ ഗോഡ് എന്ന് പറഞ്ഞ് സിംഗുലർ ആയിട്ട് പറയുമ്പോൾ ദ യൂസ് ചെയ്യത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ പാരഡൈസ് ഇതിന്റെയൊക്കെ മുന്നിൽ നമ്മൾ ദ യൂസ് ചെയ്യാതെ ആണ് പറയുന്നത്. ഇനിയിപ്പം ദ യൂസ് ചെയ്യുന്ന ഒരു അടുത്ത സ്ഥലം എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ്സിന്റെ കൂടെയാണ്. സൂപ്പർലേറ്റീവ്സ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. സൂപ്പർലേറ്റീവ്സ് എന്ന് പറയുന്ന ആഡ്ജക്റ്റീവ്സിന്റെ ഒരു ഭാഗമാണ്. ഇപ്പം നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നു. ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പം അതീവ സുന്ദരി എന്നൊക്കെ നമുക്ക് എങ്ങനെ പറയാം? ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പം ക്ലെവർ, ക്ലെവർ എന്ന് ചുമ്മാ പറയാം, പക്ഷെ ക്ലെവറർ, ക്ലെവറസ്റ്റ് എന്ന് പറയാം. ക്ലെവറസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ക്ലെവറിന്റെ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി ആണ് അല്ലേ. അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ സൂപ്പർലേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ മുന്നിൽ നമ്മൾ ദ ആണ് യൂസ് ചെയ്യുന്നത്. ദ ക്ലെവറസ്റ്റ് ബോയ്, ചുമ്മാ ക്ലെവർ ബോയ് എന്ന് നമുക്ക് പറയാം, പക്ഷെ ദ ക്ലെവറസ്റ്റ് ബോയ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഹോട്ട് ഡേ എന്ന് നമുക്ക് പറയാം, പക്ഷെ ദ ഹോട്ടസ്റ്റ് ഡേ എന്നേ നമുക്ക് പറയാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് അതിന്റെ ആറാമത്തെ യൂസ്. ഇനിയിപ്പോൾ നിങ്ങൾ ദ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൺട്രീസിന്റെയും പ്ലേസസിന്റെയും ഒന്നും മുന്നിൽ നമ്മൾ ദ യൂസ് ചെയ്യത്തില്ല. ഇന്ത്യ, ചൈന, ബോംബെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയത്തുള്ളൂ. ദ ഇന്ത്യ, ദ ചൈന ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾ ദ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ഇന്ന് പഠിച്ചത് ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ ആണ്. ദ എന്തുകൊണ്ടാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയെന്ന് ഞാൻ പറഞ്ഞു. അത് ഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണ് അത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പോൾ അതിന്റെ പ്രൊനൗൺസിയേഷന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. കൺസണന്റ് സൗണ്ട്സ് വരുന്ന വേർഡ്സിന് മുന്നിലായിട്ട് നമ്മൾ ദ യൂസ് ചെയ്യും. ദ ബുക്ക് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ വവൽ സൗണ്ട്സ് വരുന്ന വേർഡ്സിന് മുന്നിലായിട്ട് നമ്മൾ ദി എന്നാണ് പറയുന്നത് കൂടുതലായിട്ടും. ദി എഗ്, ദി ആപ്പിൾ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമുക്ക് എന്തെങ്കിലും എംഫസിസ് കൊടുത്ത് പറയാനായിട്ട് പക്ഷേ ദി എന്ന് യൂസ് ചെയ്യാറുണ്ട്. ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. കാരണം ആ പ്രസിഡന്റ് ഓഫ് ഇന്ത്യനെ നമുക്ക് സ്ട്രെസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മൾ ദി യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ദ യൂസ് ചെയ്യുന്നത് നേരത്തെ പരാമർശിച്ചിട്ടുള്ള ഒരു വസ്തുവിനെയോ ആളിനെയോ സൂചിപ്പിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഒരു സിംഗുലർ നൗൺ ഒരു വർഗത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുമ്പോൾ നമ്മൾ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ദയുടെ യൂസ് വരുന്നത് ഈ റിവേഴ്സ്, സീസ്, ഓഷ്യൻസ്, മൗണ്ടെയിൻ റേഞ്ചസ് ഇതിൻ്റെയൊക്കെ മുന്നിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ന്യൂസ് പേപ്പേഴ്സ്, ഹോളി ബുക്സ്, ഓൾഡ് എപ്പിക് പോയംസ്, റെഫറൻസ് ബുക്സ് ഇതിൻ്റെയൊക്കെ മുന്നിൽ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർ, ദൈവമൊക്കെ നമ്മൾ യുണീക്ക് ആയിട്ടുള്ള ഒരാൾ എന്ന് തന്നെയല്ലേ വിശ്വസിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. ഗോഡ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗോഡ് എന്ന് പറയും, എന്നാൽ ദി ഗോഡ്സ് എന്നാണ് പറയേണ്ടത്. എന്നാൽ ഹെവൻ, ഹെൽ, നേച്ചർ, സ്പേസ്, പാരഡൈസ് ഇതിൻ്റെ ഒന്നും മുന്നിൽ നമ്മൾ ദ യൂസ് ചെയ്യാറില്ല. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് സൂപ്പർലേറ്റീവ്സിന്റെ മുന്നിൽ ദ ആണ് യൂസ് ചെയ്യുന്നതെന്നാണ്. പിന്നെ ഇന്ത്യ, ചൈന, ബോംബെ അങ്ങനെ കൺട്രീസിന്റെയും പ്ലേസസിന്റെയും ഒന്നും മുന്നിൽ നമ്മൾ ദ യൂസ് ചെയ്യാറില്ല. ഓക്കെ,
സോ നമ്മൾ ആർട്ടിക്കിൾസ് ആയ എ ആൻഡ് ദ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത് ഞാനൊരു 2-3 സെന്റൻസ് തരും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇപ്പം എ ആയിരിക്കാം, ആൻ ആയിരിക്കാം, ദ ആയിരിക്കാം, ചിലപ്പോൾ ഒന്നുമില്ലായിരിക്കും ഫില്ല് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ ഏതാന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് അയച്ച് കൊടുക്കണം നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിന്. അവർ കറക്റ്റ് ചെയ്ത് തരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഹായ് ഓൾ. നമ്മൾ ഇന്നത്തെ ഫ്രേസസിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ബേസിക് മാനേഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചോദിച്ചു വരുന്ന കുറച്ച് ഫ്രേസസ് ആണ്. മര്യാദയുടെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ ഒരാളെ കോൾ ചെയ്യുകയാണ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനോ അങ്ങനെ എന്തിനെങ്കിലും വേണ്ടി നമ്മൾ മറ്റൊരാളെ വിളിക്കുകയാണ് എങ്കിൽ നമ്മൾ ആദ്യം അയാളോട് വിളിച്ചുടനെ ഹലോ പറഞ്ഞിട്ട് നമ്മുടെ കാര്യം പറയുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. നമ്മൾ ചോദിക്കും അയാളോട് ഫ്രീ ആണോ എന്ന്, നമ്മുടെ കാര്യം കേൾക്കാനായിട്ട് ഫ്രീ ആണോ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് മറ്റൊരാളോട് എവിടെയെങ്കിലും പോകണമെങ്കിലോ അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലും ഒത്തിരി ക്ലോസ് ആയിട്ടുള്ളവരോട് പോലും നമ്മൾ ഫ്രീ ആണോ എന്ന് ചോദിക്കാറുണ്ടല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാമെന്ന് നോക്കാം. ആദ്യം ചുമ്മാ നമ്മൾ ചോദിക്കുക, ഇന്ന് ഫ്രീ ആണോ? ഇന്ന് ഫ്രീ ആണോ എന്നെങ്ങനെ ചോദിക്കും? ആർ യു ഫ്രീ ടുഡേ? ആർ യു ഫ്രീ ടുഡേ? അതുപോലെ ഇന്ന് രാത്രി ഫ്രീ ആണോ? ആർ യു ഫ്രീ ടു നൈറ്റ്? വെറുതെ നൈറ്റ് എന്ന് ഉപയോഗിക്കരുത്. ആർ യു ഫ്രീ ടു നൈറ്റ്? ഇന്ന് രാത്രി ഫ്രീ ആണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ആർ യു ഫ്രീ ടു നൈറ്റ് എന്ന് ചോദിക്കുന്നത്. അതുപോലെ ഇപ്പം വേറെ ഏതെങ്കിലും ദിവസം ഫ്രീ ആണോ എന്ന്, നീ സൺഡേ ഫ്രീ ആണോ? ആർ യു ഫ്രീ ഓൺ സൺഡേ? ഓൺ സൺഡേ, അവിടെ സൺഡേക്ക് മുന്നിൽ നമ്മൾ ഓൺ ചേർക്കണം. ആർ യു ഫ്രീ ഓൺ സൺഡേ? ആർ യു ഫ്രീ സൺഡേ എന്ന് ചോദിക്കരുത്. ആർ യു ഫ്രീ ഓൺ സൺഡേ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ആർ യു ഫ്രീ ഓൺ മൺഡേ? അങ്ങനെ ഏത് ദിവസം വേണം അവിടെ വെച്ചിട്ട് നമുക്ക് ഫ്രീ ആണോ എന്ന് ചോദിക്കാം. സോ അതാണ് ഇന്നത്തെ ഫ്രേസ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം.